നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്ന് എന്ത് സംഭവിച്ചു? സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ഗോസിപ്പുകളില്ലാത്ത മേഖല വളരെ കുറവായിരിക്കും. പക്ഷേ ഗോസിപ്പുകൾ അതിര് കടക്കുമ്പോൾ നൽകേണ്ടി വരുന്നത് ജീവന്റെ വിലയാണ്. പറഞ്ഞു വരുന്നത് ഇന്ന് ഭോപ്പാലിലുണ്ടായ 2 സർക്കാർ ജീവനക്കാരുടെ ജീവനെടുത്ത സംഭവത്തെക്കുറിച്ചാണ്. 2 സർക്കാർ ജീവനക്കാർ സ്വയം ജീവനൊടുക്കിയതിനെ കുറിച്ചാണ്. സഹപ്രവർത്തകർ കൂടുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങുന്ന ഗോസിപ്പുകളാകും പിന്നീട് അത് വലിയ സംഭവങ്ങളായി മാറുന്നത്. അത്തരത്തിലുള്ള ഗോസിപ്പുകളാണ് ഇവിടെ ഭോപ്പാലിൽ 2 പേരുടെ ജീവനെടുത്തത്. ആ തമാശയാണ് ജീവിതം അവസാനിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് പോലും 2 സഹപ്രവർത്തകരെ കൊണ്ടെത്തിച്ചത്. ഭോപ്പാലിലെ ബേതുൽ ജില്ലയിലെ ബയവാടി എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കിണറ്റിൽ ചാടിയാണ് 2 ജീവനക്കാർ ജീവനൊടുക്കിയത്. ബേതുൽ നഗർ പരിഷത്തിലെ ക്ലർക്കായ രജനി ദുണ്ടലെ, വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ മിഥുൻ എന്നിവരാണ് ജീവനൊടുക്കിയത്. രജനി ദുണ്ടലയ്ക്ക് 48 വയസ്സാണ് പ്രായം. മിഥുന് 29 വയസ്സും. മിഥുനും രജനിയും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഓർക്കണം, 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വിധവയായ രജനി 2 മക്കളുടെ അമ്മയാണ്. രജനിയുടെ മകന്റെ വിവാഹം ഉടനെ നടക്കാനിരിക്കെയാണ് ഈ സംഭവമെന്നുമാണിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ രജനി ചെയ്ത കുറ്റം എന്താണ്? വിധവയായതാണോ രജനി ചെയ്ത കുറ്റം? വിധവയായതുകൊണ്ടാണോ ഇത്തരത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് ആ 48-കാരിക്ക് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത്? ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. രജനിയുടെ വീട്ടിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് നേരിട്ട അപവാദ പ്രചരണങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ അപവാദ പ്രചരണം കാരണമാണ് തങ്ങൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് രജനി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതിൽ നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: മിഥുനെ ഞാൻ തന്റെ മകനായിട്ടാണ് കണ്ടത്. അത്തരത്തിൽ മകനായിട്ട് കണ്ട ഒരാളുമായി വഴിവിട്ട ബന്ധം തനിക്കുണ്ട് എന്നുള്ള അപവാദ പ്രചരണമാണ് തന്റെ ജീവനെടുക്കാൻ താൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് അവർ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുമാത്രമല്ല, ചില സഹപ്രവർത്തകരുടെ പേരും രജനി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇരുവരെയും കാണാതായതോടുകൂടി വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ് രജനിയുടെ വീടിന് സമീപത്തുള്ള കിണറിന്റെ പരിസരത്ത് നിന്ന് ഇവരുടെ മൊബൈൽ ഫോണും അഴിച്ചിട്ട ചെരുപ്പുകളും കാണുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേരും കിണറ്റിൽ മരിച്ച നിലയിൽ ആ കുടുംബാംഗങ്ങൾ കണ്ടു തുടങ്ങിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കേസ് നടക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മിഥുന്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് പോലീസ് ഈ കിണറിന് സമീപം എത്തിയത്. അവിടെ നോക്കുമ്പോഴാണ് ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ചെരുപ്പുകളും കിണറിനകത്ത് ഊരിവെച്ചതായി കാണാൻ സാധിക്കുന്നത്. ദിവസങ്ങളായി രജനി അസ്വസ്ഥയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഓഫീസിലെ സമ്മർദ്ദവും പീഡനവും രജനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് കുടുംബം ആരോപിച്ചത്. മിഥുൻ രാത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് തിരിച്ചെത്തിയില്ല എന്നാണ് സഹോദരൻ പറഞ്ഞത്. എന്താണ് മിഥുന് സംഭവിച്ചതെന്ന് തങ്ങൾക്കും അറിയില്ല എന്ന് മിഥുന്റെ കുടുംബം പറയുന്നു. എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സംഭവ വികാസങ്ങളിൽ എന്താണ് ആധികാരികമായി സംഭവിച്ചത് എന്ന് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇരുവരുടെയും സഹപ്രവർത്തകരിൽ നിന്നും
അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അതിനുശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട്. പക്ഷെ അതെല്ലാം നടക്കുന്നുണ്ടോ എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇതും സംഭവിച്ചത് ഒരു തൊഴിലിടത്തിലാണ്, അതും ഒരു സർക്കാർ സ്ഥാപനത്തിലാണ്. ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ മൂലം 2 പേർക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഗോസിപ്പുകൾ അതിരുവിടുമ്പോൾ ഇല്ലാതാവുന്നത് പല കുടുംബങ്ങളിലെയും പ്രതീക്ഷയാണ്, പല കുടുംബങ്ങളിലെയും അത്താണികളെയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ജീവിതം അവസാനിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് ഈ 2 പേരും എത്തിയെങ്കിൽ ഒന്നോർത്തു നോക്കൂ, അവർ അതിനു മുൻപ് എത്രമാത്രം വേദനിപ്പിച്ചു കാണും, അവരെ എത്രമാത്രം അവർ വിഷമിച്ച് കാണും, എത്രമാത്രം വലിയൊരു മാനസിക സംഘർഷങ്ങളിലൂടെ ആ 2 പേരും കടന്നു പോയിട്ടുണ്ടാകും. നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നത് ആ വാക്കുകളാണ്, രജനിയുടെ ആ വാക്കുകളാണ്. അത് ഇങ്ങനെയായിരുന്നു, താൻ മകനെ പോലെയാണ്, തൻ്റെ മകനെ പോലെയാണ് താൻ മിഥുനെ കണ്ടത്. അത്തരത്തിൽ മകനെ പോലെ കണ്ട ഒരാളിൽ നിന്നാണ്, ഒരാളെക്കുറിച്ചാണ് മറ്റ് സഹപ്രവർത്തകർ ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആ വിധവയായ സ്ത്രീയെ വേദനിപ്പിച്ചത്. അത് തന്നെയായിരിക്കാം ആ 2 പേരെയും ഇനി മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കാതെ സ്വയം ജീവൻ ഒടുക്കാനുള്ള കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും. കൃത്യമായി ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാവണം. ആരൊക്കെയാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഒരുപാട് ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് ഒരു ജീവനും ഇനി ഇല്ലാതാക്കാൻ സാധിക്കരുത്. കൃത്യമായി നടപടി ഉണ്ടായേ മതിയാകും.